ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഴുക്കുവരട്ടിയാണ് കേട്ടോ. നമ്മുടെ ചക്കക്കുരുവും പാവയ്ക്കയും ചേർത്താണ് നമ്മൾ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ചക്കക്കുരു ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. പാവയ്ക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു വെജിറ്റബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഇതുപോലെ ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഒരു തൈര് അല്ലെങ്കിൽ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. തൈരാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരു പാവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഒരു ചെറിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു കൈപ്പിടിയുടെ അളവ് പറയുകയാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഒരു 1.5 കൈപ്പിടി ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പാവയ്ക്ക കട്ട് ചെയ്യുന്ന പോലെ അല്ല ഈ ഒരു പാവയ്ക്ക ചക്കക്കുരു മെഴുക്കുവരട്ടിക്ക് കട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സാധാരണ പാവയ്ക്കയുടെ സീഡ്സൊക്കെ റിമൂവ് ചെയ്യുന്ന പോലെ തന്നെ സീഡ്സൊക്കെ റിമൂവ് ചെയ്തെടുക്കുക. കുറച്ച് മൂപ്പ് കൂടിയ പാവയ്ക്കാണ്. പാവയ്ക്കയുടെ കുരുവിന് നല്ല ബലമുണ്ട്. ഇനി ഈ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി വെച്ചിരുന്ന പാവയ്ക്കാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം. നീളത്തിൽ ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്യണം. ഇനി നമുക്കിതൊരു ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതൊന്നുകൂടി ഒന്ന് ഞാൻ ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കനത്തിലാണ് ഞാൻ ചെറുതാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് പാവയ്ക്ക കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ പാവയ്ക്കെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരു നമ്മൾ ഇപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തതാണ്. ഇതും ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്യുക. ചക്കക്കുരു ഇടയ്ക്ക് വിട്ടു പോരും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കുരുവിൻ്റെ ഇടയ്ക്കൊരു പൊട്ടലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് വിട്ടു പോരും. ഇനി ഇതിനെ ഒന്നുകൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ പാവയ്ക്കയും ചക്കക്കുരും ഏകദേശം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് കിട്ടണം. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മുടെ ചക്കക്കുരുവും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചക്കക്കുരും പാവയ്ക്കയും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ആദ്യം ഇതെല്ലാം കട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പാവയ്ക്കയും മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചക്കക്കുരു മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വേവിക്കാൻ പോകുന്നത് ചക്കക്കുരുവാണ്. ചക്കക്കുരുവിന് വേവ് കൂടുതലാണ്. അപ്പോൾ പാവയ്ക്ക കയ്പ്പ് വരാതിരിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കാം. അതിന് ശേഷമേ നമ്മൾ പാവയ്ക്ക ചേർക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചക്കക്കുരു വേവിക്കാനായിട്ട് ഒരു ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് നമ്മൾ പാവയ്ക്കയിൽ ചേർത്തതുകൊണ്ട് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് 2 പച്ചമുളക്. വേറെ മുളക് പൊടി നമ്മൾ ചേർക്കും, എങ്കിലും 2 പച്ചമുളക് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. വലിയ പച്ചമുളകാണെങ്കിൽ ഒന്ന് കുറുകെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ചക്കക്കുരു ഒരു 1/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് 1/4 ഭാഗം കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, പാവയ്ക്ക ഒന്ന് പതുക്കെ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ചേർക്കുക. പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ടൊന്ന് പതുക്കെ പിഴിഞ്ഞ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉപ്പ് ചേർക്കരുത്. പാവയ്ക്കയും കൂടി കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് ബിന്ദു സിസ്റ്ററാണ് പറഞ്ഞു തന്നത്. ബിന്ദു സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺറൈസ് ഹോസ്പിറ്റലിൽ നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്ററാണ്. ഇപ്പോൾ സിസ്റ്റർ ഉള്ളത് റിനൈ മെഡിസിറ്റിയിലാണ്. ഇപ്പോൾ ഒരു ദിവസം എന്തോ കാര്യം സംസാരിച്ചു വന്നപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ചക്കക്കുരും പാവയ്ക്കും നമുക്ക് കൂടി മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞു തന്നു. അങ്ങനെ ഞാനപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കിയെടുക്കട്ടെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ പാവയ്ക്കയും കൂടി കുക്കായി കഴിയുമ്പോൾ നമുക്കിത് മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. മെഴുക്കുവരട്ടി ആക്കാനായിട്ട് ശരിക്കും ഉള്ളിയാണ് വേണ്ടത്, പക്ഷേ
നമുക്ക് ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാനുള്ള ചെറിയ മടിയൊക്കെ വരുമ്പോൾ നമ്മൾ സവാളയിലേക്ക് മാറും. അതുകൊണ്ട് ഞാനും ഇന്ന് സവാളയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കായി കഴിയുമ്പോൾ നമുക്ക് മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. ഇത് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം, അപ്പോൾ വേഗം കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ പാവയ്ക്കയും കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റി പോകണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ മസാലകളൊക്കെ പിടിച്ചു വരാനായിട്ട്. ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു എരിവുണ്ടാവും പച്ചമുളകിൻ്റെ. ബാക്കിയുള്ള മുളക് പൊടി അല്ലെങ്കിൽ നമ്മുടെ ചതച്ച മുളക് ഞാനിപ്പോൾ രണ്ടും ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും ചതച്ച മുളകും ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ ഏതെങ്കിലും ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർക്കാം, ഇല്ലെങ്കിൽ രണ്ടും ചേർക്കാം. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമുക്കിത് മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരുന്നു. കയ്പ്പ് ഒട്ടും തന്നെ ഇല്ല കേട്ടോ, പാവയ്ക്കയുടെ കയ്പ്പൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് നമ്മൾ തിരുമ്മി മിക്സ് ചെയ്ത് വെച്ചല്ല, അതുകൊണ്ട് ആ വെള്ളം പിഴിഞ്ഞ് കളയുമ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് കുറയും. ഇപ്പോൾ ഇത് പാവയ്ക്ക കയ്പ്പില്ലാത്ത പാവയ്ക്കാണെന്ന് തോന്നുന്നു, ഒട്ടും തന്നെ കയ്പ്പ് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള കട്ട് ചെയ്തതുണ്ടല്ലോ, അല്ലെങ്കിൽ ഉള്ളിയാണെങ്കിൽ ഉള്ളി ചതച്ചിട്ട് ചേർക്കുക കേട്ടോ. ഉള്ളി ചതച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ മെഴുക്കുവരട്ടിക്കൊക്കെ ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നത്. ഇനി നമുക്ക് നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കണം, ഇല്ലെങ്കിൽ ആ മസാലയ്ക്ക് ഉപ്പുണ്ടാവില്ല. വളരെ കുറച്ച് ഉപ്പ് മതി. ഒന്ന് ചേർത്ത് സവോളയൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്ന് തുടങ്ങുമ്പോൾ, അല്ലാതെ വല്ലാതെ ബ്രൗൺ ആയി പോകേണ്ട ആവശ്യമില്ല സവോളയൊന്നും. അപ്പോൾ നമുക്ക് മുളക് ചതച്ചത് ചേർക്കാം. മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടി സവാള കുക്കായതിന് ശേഷം മാത്രം ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതച്ച മുളകിൻ്റെ കുക്കിംഗ് ടൈമും മുളക് പൊടിയുടെ കുക്കിംഗ് ടൈമും രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചതച്ച മുളക് ചേർക്കുന്നത്, അതിന് ശേഷം മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് ബ്രൗൺ ആയിട്ടേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ചേർക്കാം. ഒരുപാട് എരിവ് വേണ്ട കേട്ടോ. നമ്മൾ ചക്കക്കുരു ഒന്ന് കഴിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒരു പാവയ്ക്കയുടെ പീസ് എടുത്ത് കഴിച്ചു നോക്കുക. അതിന് ശേഷം വേണം നമ്മൾ മുളക് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മുളക് കുക്കായി വരട്ടെ. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, എരിവ് അധികം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ചതച്ച മുളക് അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം, ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും പാവയ്ക്കയും ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഓവറായിട്ട് മുളക് കുക്കായി കരിഞ്ഞു പോകരുത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മെഴുക്കുവരട്ടിയല്ലേ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ, അധികം സമയവും വേണ്ട. ചക്കക്കുരുവിൻ്റെ തൊലിയൊന്ന് മാറ്റിയെടുക്കാനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മെഴുക്കുവരട്ടി റെഡിയാക്കിയെടുക്കാം. ചക്കക്കുരു ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ച് കുഴഞ്ഞിരിക്കുന്നത്. ഇത്രയും ചക്കക്കുരു വേവുണ്ടാകുന്നുണ്ടെങ്കിൽ ഇത്രയും കുഴഞ്ഞു വരില്ല കേട്ടോ. പക്ഷെ ചക്കക്കുരു മെഴുക്കുവരട്ടിയൊക്കെ ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ടേസ്റ്റ് എപ്പോഴും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തീയൊക്കെ കൂട്ടി വെച്ച് ഇന്നതുപോലെ സ്പ്രെഡ് ചെയ്തിടുക. ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിലും നമുക്ക് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാണെങ്കിലും എരിവിന് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഉപ്പ് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മെഴുക്കുവരട്ടി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്യാതെയാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഞാനും ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക്
പാവയ്ക്കൊക്കെ കഴിച്ചു നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുണ്ടോ, നന്നായിട്ട് പാവയ്ക്ക കുക്കായിട്ടുണ്ട്, കട്ടായി വരുന്നുണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണത്. ചക്കക്കുരു തന്നെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെ കഴിക്കാനും. കൂടെ പാവയ്ക്കയുടെ കയ്പ്പില്ലാതെ വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. പാവയ്ക്കയുടെ കയ്പ്പാണെന്ന് പറഞ്ഞിട്ടാണ് പലരും പാവയ്ക്ക അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പാവയ്ക്ക അവോയ്ഡ് ചെയ്യാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അവരും കൂടെ കാണട്ടെ നമ്മുടെ ചാനൽ. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ ചാനലിൽ റീച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.